ഞങ്ങൾ രണ്ടുപേരും ഒരേ പ്രൊഫഷനിൽ നിന്ന് സിനിമയിലെത്തിയവരാണ്. മിമിക്രി എന്ന കലയിലൂടെ വന്നവരാണ്. അദ്ദേഹത്തെക്കാൾ കുറച്ച് മുമ്പ് ഞാൻ എത്തിയെന്ന് മാത്രം. സലീം കുമാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വന്തമായിട്ട് ഒരു നിലപാടുള്ള വ്യക്തിയാണ്. തൻ്റെ നിലപാടുകൾ എപ്പോഴും ആ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും ഏതൊരവസരത്തിലും ഏതൊരു വേദിയിലും അത് തൻ്റെ പ്രൊഫഷനെ ബാധിക്കുമോ എന്നുള്ളതൊന്നും നോക്കാതെ ആ നിലപാടുകൾ വെട്ടിത്തുറന്ന് പറയാൻ ധൈര്യമുള്ള ഒരു വ്യക്തിത്വമുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം. സിനിമയിൽ ചെയ്തിരുന്നത് കോമഡി വേഷങ്ങളാണെങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം കാഴ്ചപ്പാടുകളും നിലപാടുകളൊക്കെ ഉള്ളൊരു വ്യക്തിത്വമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സലീം കുമാറിൻ്റെ തുടക്കകാലം തൊട്ടുള്ള സിനിമയിൽ അദ്ദേഹം മിമിക്രിയിൽ നിന്ന് എത്തി അദ്ദേഹം സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിയ കാലം തൊട്ടുള്ള സിനിമകളിൽ, പ്രത്യേകിച്ച് അനിൽ ബാബുവിൻ്റെയൊക്കെ സിനിമകളിലൂടെ എൻ്റെ സിനിമകളിൽ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഒരുപാട് ചിത്രങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. സ്റ്റേജുകളിൽ പലതും ഒരുമിച്ച് തിരിച്ചും ഞങ്ങൾ രണ്ടാമതും പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഈ പറവൂരെത്തിയത് അദ്ദേഹത്തിൻ്റെ വീട് ഇവിടെ സ്വന്തമായി അദ്ദേഹം ഒരു വീട് പണിതപ്പോൾ അതിനുവേണ്ടി വരാൻ സാധിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന് ദേശീയ ബഹുമതി കിട്ടിയപ്പോൾ അതിനും ഞാൻ ഈ പറവൂരെത്തി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. മൂന്നാമത് പ്രാവശ്യം ഈ പറവൂരെത്തിയപ്പോൾ അദ്ദേഹം എന്നോടൊപ്പമില്ല. എല്ലാ പ്രാർത്ഥനകളും സൂചിപ്പിക്കുന്ന പോലെ തന്നെ മിമിക്രി മേഖലയിൽ നിന്ന് സിനിമാ ലോകത്തേക്ക് എത്തിയ നിരവധി ആളുകളുണ്ട്. അതിൽ ഒരാൾ കൂടിയായിരുന്നു സലീം കുമാർ. അങ്ങനെയാണ് 1996 ഇഷ്ടമാണ് നൂറുവട്ടം എന്ന ചിത്രത്തിലൂടെ സലീം കുമാർ മലയാള സിനിമയിലേക്ക് എത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2000-ന് ശേഷം തെങ്കാശിപ്പട്ടണം എന്ന ചിത്രം പുറത്തിറങ്ങിയതിനു ശേഷം പിന്നീട് സലീം കുമാറിന് ഈ സിനിമാ മേഖലയിൽ തിരിഞ്ഞു നോക്കേണ്ടതായി വന്നിട്ടില്ല. നിരവധി കഥാപാത്രങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. അതെല്ലാം അടയാളപ്പെടുത്തിയ കഥാപാത്രങ്ങളായിരുന്നു എന്നതാണ്. ഒരു പക്ഷേ ഇന്നും നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ, നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മകളിൽ ഏറ്റവും അധികം ആളുകളുടെ വികാരങ്ങളും വിചാരങ്ങളുമായി മാറുന്നത് സലീം കുമാർ എന്ന നടൻ വിവിധ സിനിമകളിലൂടെ അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ, അദ്ദേഹത്തിൻ്റെ മാനറിസങ്ങൾ എന്നത് ഒക്കെയാണ് എന്നതാണ് സലീം കുമാർ എത്രത്തോളം മലയാളികൾക്ക് പ്രിയപ്പെട്ടവൻ ആയിരുന്നു എന്നതിൻ്റെ സാക്ഷ്യമായി മാറുന്നത്. അദ്ദേഹം തന്നെ ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ താൻ നിറഞ്ഞു നിൽക്കുന്നതിന് തനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്നാണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ഒരു പുരസ്കാരം ലഭിക്കുന്നതിനേക്കാൾ വലുതാണല്ലോ ജനങ്ങൾ ഇത്തരത്തിൽ തന്നെ കൊണ്ടു നടക്കുന്നത്. അതും പുതിയ തലമുറയ്ക്ക് അടക്കം തൻ്റെ ഹാസ്യങ്ങൾ, താൻ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ അത്രമേൽ പ്രിയപ്പെട്ടതാകുന്നതിനെ അതുപോലെ സ്വീകരിച്ചിട്ടുണ്ട് എന്നതാണ്. അല്പസമയം മുമ്പ് നടൻ ജയറാമും അതുതന്നെയാണ്. അതായത് മിമിക്രി വേദിയിൽ നിന്ന് സിനിമാ രംഗത്തേക്ക് എത്തി മികച്ച പ്രകടനം കാഴ്ചവെച്ച നിരവധിയായ പ്രതിഭകൾ, ആ പ്രതിഭകളിൽ ഒരാൾ. ഒപ്പം അഭിനയ മികവ് കൊണ്ട് മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തിയത് കൂടിയാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത് ഒരു ദേശീയ പുരസ്കാരം സലീം കുമാറിനെ തേടിയെത്തി എന്നതാണ്. മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരങ്ങൾ ഉൾപ്പെടെ പട്ടികയിൽ നിരവധി പുരസ്കാരങ്ങളുണ്ട്. അതേസമയം സലീം കുമാറിൻ്റെ വിയോഗത്തിൽ വൈകാരികമായ പ്രതികരണമാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി നടത്തിയത്. ചിരിക്കുകയും ചിരിപ്പിക്കുകയും ചിന്തിക്കുകയും ചിന്തിപ്പിക്കുകയും ഇടയ്ക്ക് കരയുകയും കരയിപ്പിക്കുകയും ചെയ്ത സലീം, നീ ഇപ്പോൾ കരയിപ്പിക്കുക മാത്രമാണ്. തീരാത്ത സങ്കടമായി സഹോദര നിൻ്റെ വിയോഗം എന്നാണ് മമ്മൂട്ടി ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കിയത്. നേരത്തെ നടൻ ജയറാം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മമ്മൂട്ടിയും സലീം കുമാറും ഒന്നിച്ച് നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിലെ മായാവി എന്ന ചിത്രത്തിലെ സലീം കുമാറിൻ്റെ കഥാപാത്രം, സലീം കുമാർ അവതരിപ്പിച്ച ആ കഥാപാത്രത്തിലെ പല ഭാഗങ്ങളും ഇപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നതാണ്. തുറുപ്പുകുലാൻ, അണ്ണൻ തമ്പി, പോക്കിരി രാജ തുടങ്ങിയ ചിത്രങ്ങളിലെ കോമ്പിനേഷൻ രംഗങ്ങൾ തിയേറ്ററുകളിൽ വലിയ കയ്യടിയാണ് നേടിയിരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.